ചില കഴുതകള് സ്വയം സിംഹാണെന്നാ കരുതുന്നത്. അത് അവരുടെ സ്ട്രെങ്ത് കൊണ്ടൊന്നല്ല. അവർ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങൾക്കും കൈയടിച്ചു കൊടുക്കാൻ അവർക്ക് ചുറ്റും അതിനേക്കാൾ വലിയ തെണ്ടികളുള്ളതുകൊണ്ടാണ്. ഹലോ, അങ്ങനെ നമുക്ക് അതിനേക്കാൾ വലിയ ചില തെണ്ടികളെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പരിചയപ്പെടാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് കൂടെ ചെയ്തിരിക്കുക. അസ്ലാം അലൈക്കും. ഒരുവിധ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. സെക്സ് എഡ്യൂക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഒരു കൊച്ചൊക്കെ ഉണ്ട്, ഒരു അമ്മയാണ്. സൈബർ ബുള്ളിങ് വല്ലാണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനുള്ള കാരണം എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ആദ്യം അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരെന്തോ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ച പോലെയാണ്. എല്ലാം കൊണ്ടും അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയിരിക്കണം. അവരുടെ പാർട്ണർ ലോയൽ ആയിരിക്കണം, അവരുടെ പാർട്ണർ ഇങ്ങോട്ട് തിരിഞ്ഞാൽ പറയണം, അങ്ങോട്ട് ചാടിയാൽ പറയണം, ഇങ്ങോട്ട് മറിഞ്ഞാൽ പറയണം, അങ്ങനെ മൊത്തത്തില് ലോയൽ ആയിരിക്കണം. എന്നാൽ ഇവരുടെ ഓൺ ബിഹേവിയർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഓൺ ബിഹേവിയർ എന്ന് വെച്ചാൽ രാത്രി മഴയാണെങ്കിൽ രാവിലെ വെയിൽ, അങ്ങനത്തെ ഒരു സ്വഭാവമായിരിക്കും. രാവിലെ നീ ആരാ, നിനക്ക് എന്ത് വേണം, നീ എനിക്ക് എന്തിനു മെസ്സേജ് അയക്കണമെന്ന് ചോദിച്ചാൽ ആൾ രാത്രിയായി പറയും എനിക്ക് ഫീലിങ്സ് കാരണം ഉറക്കം വരുന്നില്ല, എനിക്ക് നിന്നോട് ഭയങ്കര ഫീലിങ്സ് ആണ് എന്ന് പറയും. അങ്ങനെ ഇവരുടെ ബിഹേവിയർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മൈൻഡ് ഗെയിംസ് ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അതിന്റെ സീസൺ അവസാനിക്കുന്നില്ല. സീസൺ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മൈൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു സംഭവം. സോ ലൈഫ് ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മിക്സ്ഡ് സിഗ്നൽസ് തരുന്നവരെ പ്രേമിക്കാതിരിക്കുക. അവർക്ക് ഒരിക്കലും നിങ്ങളോട് ലോയലായിട്ട് പെരുമാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ആണോ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് അല്ല, ഈ വീഡിയോ അല്ല, പുള്ളിക്കാരിയുടെ വസ്ത്രധാരണം, പുള്ളിക്കാരിയുടെ മാറിടം, ഇതാണ് പ്രശ്നം. ഇതാണ് സൈബർ ബുള്ളിങ് നേരിടാനുള്ള പ്രധാന കാരണം. വേറൊന്നുമല്ല, അകിട് തീർത്ത പശു, ജേഴ്സി പശു, അങ്ങനെ ഇങ്ങനെ, പാല്, മിൽക്ക്, അത് തരൂ ഇത് തരൂ, അങ്ങനെ വളരെ മ്ലേച്ഛമായ രീതിയിൽ കുറെ തന്തയില്ലാത്തവർമാർ, തള്ളയില്ലാത്തവർമാർ, മുലപ്പാലിന് പകരം റബ്ബർ പാൽ കുടിച്ചവന്മാർ കുറെ വന്നിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ സെക്ഷലൈസ് ചെയ്തിട്ട് കമന്റ് ഇടുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടു. അങ്ങനെയാണ് ഈ പെൺകുട്ടി സൈബർ ബുള്ളിങ്ങിന് ഇരയാവുന്നത്. ഈ കമന്റ് ഇടുന്നവരുടെ വിചാരം ഇവന്മാരെല്ലാം പ്രസവിച്ചിട്ട് നേരെ ഏതോ റബ്ബറിന്റെ താഴെ തൊട്ടിൽ കെട്ടി കിടത്തിയിട്ട് അതിനകത്ത് വരുന്ന പാല് ഡയറക്റ്റ് എണ്ണാക്കി ലുറ്റിയിട്ടാണ് ഇവന്മാർ ഇത്രയൊക്കെ വളർന്നു വലുതായെന്നാണ് ഈ വക ചെറ്റകളുടെ അല്ലെങ്കിൽ പോഴന്മാരുടെ വിചാരം. അതല്ലാതെ ഒരമ്മയുടെ മാറിൽ നിന്ന് ഉരുവാവുന്ന പാല്, ഇതേപോലെ തന്നെയുള്ള ഒരു പാല് കുടിച്ചിട്ടാണ് താനും ഇങ്ങനെ വന്നിട്ട് കമന്റ് ഇടുന്നത് അല്ലെങ്കിൽ കമന്റ് ഇടാനുള്ള പ്രാപ്തിയിൽ എത്തിയത് എന്ന് ചിന്തിക്കാത്ത ചില കഴുതകൾ, നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ചില ആൾക്കാരെ പരിചയപ്പെടാം. ഒരാളുടെ കമന്റാണ് ഇതിൽ പ്രത്യേക ശ്രദ്ധ എന്താ വെച്ചാൽ, സ്ത്രീകളും കമന്റ് ഇടുന്നുണ്ട്, എന്തോ അവർക്ക് ബ്രസ്റ്റ് ഇല്ല, അവർ പെറ്റി കഴിഞ്ഞാൽ മാറിടം വലുതാവില്ല. നോർമലി കുറച്ച് തടിയുള്ള ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ള ആൾക്കാരാവട്ടെ, ഫീഡ് ചെയ്യുന്ന അമ്മയാണെങ്കിൽ അവരുടെ ബ്രസ്റ്റിന് എക്സ്ട്രാ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് ഇത്രയധികം ബോഡി ഷേമിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അറിയാത്ത ആൾക്കാരാണെങ്കിൽ അമ്മ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചോദിച്ചു നോക്കുക. നെഞ്ചത്ത് എന്താ ഒരു പെണ്ണിന്റെ ഐഡിയിൽ നിന്നാണ്, ഫേക്ക് ആണോ എന്ന് അറിയത്തില്ല, മേ ബി ഫേക്ക് ആയിരിക്കാം. അവളുടെ നെഞ്ചത്തുള്ളത് തന്നെയാണ് അസ്ലയുടെ നെഞ്ചത്തുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ബോധമില്ല. പിന്നെ ഒരുത്തനിട്ടിട്ട് മിൽക്ക്, അവൻ ആദ്യമായിട്ട് കാണുക. അമ്മയില്ലാത്തവൻ, സഹോദരി ഇല്ലാത്തവൻ, ഭാര്യ ഇല്ലാത്തവൻ, ഇനിയിപ്പം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവന് ഒരു ഭാര്യ ഉണ്ടാകുമ്പോൾ കൊച്ചിന് അത് കൊടുക്കാനുള്ളതാണ്. ഉണ്ടാകുന്നത് ഒരു മകളാണെങ്കിൽ അത് മറ്റൊരു കുഞ്ഞിന് മുലയൂട്ടേണ്ടതാണ് എന്നുള്ള സ്ഥലകാല സ്ഥിര ബോധമില്ലാത്ത ഒരു തന്തയ്ക്ക് പിറക്കാത്തവൻ, വിത്തിട്ടപ്പം നിലത്ത് നിന്ന് പൊട്ടിമുളച്ചത് വല്ലതും ആയിരിക്കാം. ഒത്തിരി പേര് അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അസ്ല ഫീഡ് ചെയ്യുന്നൊരു മദറാണ്. ഈ സോഷ്യൽ മീഡിയയിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഒരു ഷാൾ ഇടായിരുന്നു, ഞാനൊരു ഗേളാണ്, ബട്ട് ഇതെന്തോ ബോറായിട്ടുണ്ട് എന്നുള്ളത്. ഷോൾ ഇട്ടാലും ഷോൾ ഇട്ടില്ലെങ്കിലും അതൊരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു മുലയൂട്ടുന്ന അമ്മയാണ്. അവരുടെ ബ്രസ്റ്റ് സൈസിന്റെ അത്ര വലിപ്പം കളിയാക്കേണ്ട കാര്യമില്ല എന്ന് ചോറ് കഴിക്കുന്ന സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. നോർമലി അല്ലാതെ ബ്രസ്റ്റ് സൈസ് അത്ര കൂടുതലുള്ള ഒരാളാണ് ഇങ്ങനെ വൾഗറായിട്ട് വന്നിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാ ദിവസവും അതേമാതിരി വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറയുന്നതിൽ കുറച്ചെങ്കിലും കാര്യമുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടും അതിൽ കാര്യമില്ല. കാരണം അത് അവരുടെ ചോയ്സാണ്, അത് ഇടണോ വേണ്ടതെന്നുള്ളതൊക്കെ അവരുടെ ചോയ്സാണ്. എന്നാലും ഷോൾ ഇടാമായിരുന്നു, ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതൊരു മുലയൂട്ടുന്ന അമ്മയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഷോൾ ഇടാമായിരുന്നു, ഇത് ബോറാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അതല്ലാണ്ട് പാല്, അകിട് വീർത്ത പശു, കുറച്ച് പാല് ഇങ്ങോട്ട് തരുമോ, മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ അവരെ സെക്ഷലൈസ് ചെയ്യുന്നത് ഭയങ്കര മോശമായ കാര്യമാണ്. ഒരു നല്ല ബ്രാ വാങ്ങിയിട്ട് ചേച്ചി എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത്? ഇത് ബ്രാൻഡ് കുഴപ്പമില്ല. ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കറിയാം, കൊച്ചിന് കുറച്ച് സമയത്ത് കൂടുതൽ സമയം പാല് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ മിൽക്ക് വന്നിട്ട് ഇങ്ങനെ അതായിട്ട് ബ്രസ്റ്റ് വല്ലാത്ത കല്ലിപ്പും ഇച്ചിരി സൈസ് കൂട്ടിയൊക്കെ എടുത്ത് കാണിക്കുക. അത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും അമ്മമാരുള്ള വീട്ടിലെ പുരുഷന്മാർക്കും മറ്റ് സ്ത്രീകൾക്കും അറിയാൻ വേണ്ടി പറ്റും. അതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇതിൽ ഒരു തന്തയില്ലാ കഴിവേറി അമ്മയില്ലാത്ത വേറൊരുത്തൻ ഇട്ടിട്ടുള്ളൊരു കമൻറ്റാണ്, ഇത്തിരി മിൽക്ക് തരുമോ? ഇതിനെ നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? മറ്റേതൊക്കെ ഷാളിടാമായിരുന്നു, അതൊരു സജഷനാണ്, അതൊക്കെ. ഇതിനെ നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു അമ്മ, ആ ഒരു അമ്മേൻ്റെ അടുത്ത് ഇച്ചിരി പാല് തരുമോ എന്ന് ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ്?
ഇവനൊക്കെ ഒരു അമ്മയുണ്ടോ? ഇവനൊക്കെ പ്രസവിച്ചതാണോ? പാല് കുടിച്ചതാണോ? ഇവന്റെ അമ്മ ഇങ്ങനെയായിരുന്നു. ഇത് വേറൊരു കമന്റ് അതിനകത്തുണ്ടായിരുന്നു, ഞാനത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടുപോയി. ഇന്ന് കറവക്കാരൻ വന്നില്ലേന്ന്. അവനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക. നിന്റെ അമ്മ പെറ്റ് കിടന്ന സമയത്ത് കറക്കാൻ വന്ന ആളുടെ നമ്പർ ഈ പെണ്ണുങ്ങൾക്ക് കൊടുക്കും. സൗകര്യം പോലെ അവർ വന്ന് കറന്ന് പൊക്കോട്ടെ. എങ്ങനെയുണ്ട്? അങ്ങനെ കുറേ എണ്ണം ഇറങ്ങിക്കോളും സോഷ്യൽ മീഡിയക്കകത്ത്. ഒരു കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ ആവട്ടെ, ഒരമ്മേനെ ആവട്ടെ, മുലയൂട്ടുന്ന ഒരു അമ്മേനെ ആവട്ടെ, എന്ത് പച്ചതും പറയാമെന്ന് കരുതി നടക്കുന്ന കുറേ വാണങ്ങൾ, അങ്ങനെ പറയാം അല്ലേ, കുറേ വാണങ്ങൾ. ഇവന്മാരെയൊക്കെ തലയ്ക്ക് കീഴെ കെട്ടി തൂക്കിയിട്ട് നല്ല അടി കൊടുക്കാൻ വേണം, നല്ല അടി. ഇനി അസ്ല തന്നെ ഇതിനെ കുറിച്ചിട്ട് വന്നിരുന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഒന്ന് കേൾക്കാം. എന്റെ ഇപ്പത്തെ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറെ പേര്. അകിട് വീർത്ത പശു, ജേഴ്സി പശു, ഇതൊക്കെയാണ് മെയിൻ എന്റെ ഇപ്പത്തെ പേര് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇപ്പൊ ഞാനൊരു ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചുരിദാർ ഇട്ടിട്ടുള്ള വളരെ ലൂസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ. അതിൽ വന്ന കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നും. ഒരു സെക്ഷലൈസ് ചെയ്യണതിനൊക്കെ ഒരു പരിധി എന്ന് പറയില്ലേ, അങ്ങനത്തെ കമന്റ്സ് ആട്ടോ ഫുൾ വന്നേക്കുന്നത്. അതിൽ ലൈക്ക് ചെയ്തേക്കുന്നത് കുറെ സ്ത്രീകളും ലൈക്ക് ചെയ്തിട്ടുണ്ട് ഈ കമന്റ്സിനൊക്കെ. ഓരോ സ്ത്രീനെ വെറും സെക്ഷലൈസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് മാത്രമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ നല്ലവനായ മക്കൾമാര്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നല്ലോ. അവര് ഷോൾ ഇടാത്തതിനെ വിമർശിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ സജഷനാണ്. അങ്ങനെ ആൾക്കാർ സജഷൻ അറിയിക്കുന്നതിൽ തെറ്റില്ല, അതിൽ പൂർണ്ണമായി യോജിക്കുന്നു. നിങ്ങളുടെ സജഷന് ശേഷം ഷോൾ ഇടണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ മുലയൂട്ടുന്ന ഒരു അമ്മേനെ ഇങ്ങനെ പറയുന്നത്, പാല് തെരുവോ, മിൽക്ക്, അകിട് വീർത്ത പശു, ഇങ്ങനെയൊക്കെ ഷെയ്മിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്ഷലൈസ് ചെയ്യുന്നത് ശരിയാണോ? അത് നിങ്ങളൊന്ന് സ്വയം പറയുക. നിങ്ങൾ പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്ത്രീ ഉണ്ട്, ഇതേമാതിരി നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ മറ്റുള്ളവർ സാമാന്യ ബോധം കൊണ്ട് ചിന്തിച്ചൂടെ, ഇതൊരു പാലൂട്ടുന്ന അമ്മയാണ്, അപ്പോൾ അത് അവരുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളാണ്, പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീയാണ്, അപ്പോൾ അവരുടെ ശരീരത്തിൽ അതിൻ്റെതായ ചേഞ്ചസ് ഉണ്ടാവും. അത് നമ്മൾ കളിയാക്കേണ്ട കാര്യമില്ല. എന്തിനാണ് അവരിങ്ങനെ പറയുന്നത്? ഇതൊക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നല്ലോ. ഒന്നാമത് നമ്മളൊരു സ്ത്രീകളാണ്, സ്ത്രീകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്യുന്ന കാണുമ്പോൾ, അതിനെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴും അതിൻ്റെതായ ഭയം ഉണ്ടാവും. ഇപ്പം ഞാൻ ഉൾപ്പെടെ, എനിക്ക് പെൺകുട്ടിയാണുള്ളത്, പെൺകുട്ടിയുണ്ട്, ഒരു ബോയും ഉണ്ട്. അപ്പോൾ ഇതേമാതിരി പെൺമക്കളുള്ള അമ്മമാർക്കും പേടിയുണ്ടാവും, നാളെ എൻ്റെ മക്കളെ ഇതേമാതിരി ആരെങ്കിലും പറയുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൽ സെക്ഷലൈസ് ചെയ്ത് കാണുമോ എന്നുള്ള ഭയം ഓരോ മക്കൾക്കും ഓരോ അമ്മമാർക്കും ഉണ്ടാവും ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ കാണുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.